Hey guys, welcome to my new video. Welcome to my new vlogs. ഞാനിപ്പോൾ ഷടപടേ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പുറത്ത് പോകുകയാണ്. എവിടെ പോകണമെന്ന് അറിയില്ല. മേ ബി ഫോർമാളായിരിക്കും. സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇത്തിരി ശാന്തമായിട്ട് സംസാരിക്കാം. സോ ടുഡേയ്സ് പ്ലാൻ ഈസ് എനിക്കൊരു ബാഗ് മേടിക്കണം. കാരണം എനിക്ക് സൈഡ് ബാഗ് കോളേജിൽ പോകുമ്പോൾ ബാഗ് ഫുഡൊക്കെ വെച്ചിട്ട് ബാഗല്ല ബുക്കും ഫുഡൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ നല്ല വെയിറ്റാണ്. അപ്പോൾ സൈഡ് ബാഗ് വെച്ചിട്ട് ബസ്സിൽ കയറുന്നതും സൈഡ് ബാഗ് തൂക്കി നടക്കുന്നതും വലിയ ചടങ്ങാണ്. സോ ഞാൻ വിചാരിച്ചു മറ്റേ ഡെക്കാത്ലോണിൻ്റെ ഒരു ചെറിയ ബാക്ക് പാക്കില്ലേ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കിപ്സ്റ്റ് അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു. സോ അത് മേടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. സോ അവിടെ ചെന്ന് നോക്കാം അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഡെക്കാത്ലോണിൽ പോയി ബാഗ് മേടിക്കണം. പിന്നെ ഓഫ് കോഴ്സ് ഫുഡ് അടിക്കാനുള്ള മെയിൻ പുറത്തിട്ടാണ്. സോ ഞാനിന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് മൃണാൾസ് കിച്ചണിൻ്റെ മൃണാൾ ബ്ലോഗ് പുള്ളിക്കാരൻ്റെ ഒരു കിച്ചൺ ഉണ്ട് ഇവിടെ. ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പോലെ നമ്മുടെ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ. സോ അവിടെ പോയിട്ട് ഒരു ഫുഡ് ബ്ലോഗാണ്. ബിരിയാണി ഈസ് മൈ ഫേവറേറ്റ്. സോ ബിരിയാണി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോകും. സോ നമുക്ക് മൃണാളിൻ്റെ ബിരിയാണി എങ്ങനെ നിന്ന് നോക്കാം. അത് തുറന്നിട്ടുണ്ടോ ഇപ്പം ഉണ്ടോയെന്നൊന്നും അറിയില്ല. സോ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. സോ മഴയില്ലെങ്കിൽ നന്നായിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട്. സോ യു ആർ കമ്മിങ് വിത്ത് മീ. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ പ്രത്യേകിച്ചൊന്നുമില്ല. ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഒരു ബോഡി സൂട്ടാണിത്. ബ്ലാക്ക് സവാനേന്ന് ബ്ലാക്ക് ബോഡി സൂട്ട് വിത്ത് കാർഗോ പാൻറ് പാരഷൂട്ട് പാൻറ്റാണ് കേട്ടോ. കാണിച്ചു തരാം. ഒരു ബേജ് കളർ. പിന്നെ കാണിച്ചു തരാം ഫുൾ. ഓക്കെ ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ്. താഴത്തിട്ട് കാണിക്കാൻ ഞാൻ ഇവിടെ അലവലാതിയൊക്കെ വെച്ചേക്കാണ്. ദിസ് ഈസ് ദ ഷൂ. 1 year ഓൾഡാണ്. അഴുക്കാണ്. ഇത് ഞാൻ അങ്ങനെ ഇടാറില്ല. ഞാനെപ്പോഴും എൻ്റെ ബൂട്ട്സാണ് ഇടുന്നത്. കാരണം ഞാൻ ബൂട്ട് കട്ട് ജീൻസിനോട് എപ്പോഴും ബൂട്ടാണ് ഇടുന്നത്. സോ ഷൂ ഇടാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ലേസ് കിട്ടണതും അത് ഉള്ളിൽ കാലിൽ കുത്തി കയറണമെന്നും എനിക്കിഷ്ടമില്ല. സോ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് മൃണാൾസ് കിച്ചൺ ആൻഡ് ഡെക്കാത്ലോൺ ബാഗ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹലോ ഗായ്സ്. സോ നമ്മളവിടെ മെട്രോ സ്റ്റേഷൻ്റെ ഇടയിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് മൃണാൾസ് കിച്ചണിൽ പോയിട്ട് ഞാൻ അവിടെ തിരക്കുണ്ടെങ്കിൽ കയറണമെന്നൊക്കെ വെച്ചാണ്. പക്ഷേ നമുക്ക് അധികം തിരക്കൊന്നുമില്ല. 12 മണിക്ക് എന്തോണം ഓപ്പൺ ചെയ്യണമെന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിത് മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് മൃണാൾസ് കിച്ചണിൽ കയറാൻ പോവാണ്. അവിടെ അധികം തിരക്കുണ്ടെങ്കിൽ കയറണ്ടെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ അവിടെ തിരക്കില്ല. സോ നമുക്ക് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം സാധനങ്ങളൊക്കെ. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഇതാണോ? സോ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ മക്ഡൊണാൾഡ്സിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അതാണ് മക്ഡൊണാൾഡ്സ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിലാണ് മൃണാൾസ് ഡൽഹി. അങ്ങനെ കേട്ടോ ഇതിൻ്റെ പേര്. ഒരു 12 മണിക്കൊക്കെയാണ് ഓപ്പൺ ആവുന്നതെന്ന് തോന്നുന്നു. ഇതാണ് അതിൻ്റെ സീറ്റിംഗ് ഒക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റിംഗ് ഒക്കെ ഉണ്ട്. പൊക്കത്തും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പൊക്കത്തും സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെനു. സൂക്ഷിച്ച് മെനു ഒക്കെ നോക്കിക്കോ. എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ നമ്മൾ പേ ചെയ്യേണ്ടത്. പിന്നെ സെൽഫ് സർവീസ് ആണ്. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്. ഹംഗ്രി മൃണാൾ എക്സ്പ്രസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ബില്ല്. ഒരു ചിക്കൻ ദം ബിരിയാണിയും ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണി കേട്ടോ മേടിച്ചത്. റിവ്യൂ ഒക്കെ ഞാൻ പറയാം. നമ്മൾ തന്നെ അവിടെ പോയിട്ട് എടുത്തിട്ട് വരണം. അതാണ് ഒരു ചടങ്ങുള്ളത്. നമ്മൾ മാൾസിലൊക്കെ പോയ ഫുഡ് കോർട്ടിലൊക്കെ അങ്ങനെയല്ലോ. നമ്മൾ തന്നെ എടുത്തിട്ട് വരണം. അവിടെ നമ്പറൊക്കെ വിളിക്കും. നമ്മുടെ 17 ആയിരുന്നു. അപ്പോൾ 17 വിളിച്ചപ്പോൾ ഞാൻ പോയി ഇത് എടുത്തിട്ട് ദം ബിരിയാണി ആൻഡ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി കേട്ടോ. ദം ബിരിയാണി എന്ന് വെച്ചാൽ സാധാരണ വറുക്കാതെ ബിരിയാണി വെക്കില്ലേ, അതുപോലെ വെച്ചത് ഫ്രൈ ബിരിയാണി എന്ന് വെച്ചാൽ ചിക്കൻ വറുത്ത് പോലെ തന്നെ വെക്കണത്. അത് മാത്രം വ്യത്യാസം. പക്ഷേ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായത് ഫ്രൈ ദം ബിരിയാണിയോ ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ്. വറുത്തിട്ട് ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ ആക്ച്വലി ഇത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറേ റിവ്യൂ ഒക്കെ കണ്ടുപോയപ്പോൾ അവർ പറയണത് ഞാൻ കേട്ടത് ഇങ്ങനെ സെപ്പറേറ്റ് പേ ചെയ്യണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്, ശോകണം എന്നൊക്കെ പറയണ കുറേ റിവ്യൂ കേട്ടിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ എനിക്ക് അത്ര വലിയ പുതിയൊരിതായിട്ട് തോന്നിയില്ല. കാരണം അത് അറിഞ്ഞുകൊണ്ടല്ലോ ചെന്നത്. അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ അതിന് ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സിനൊക്കെയാണ് തന്നത്. ലൈം ജ്യൂസിൻ്റെ ബില്ലൊക്കെ ആ ബില്ലിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. സോ ഞാൻ സ്ട്രോ ചോദിച്ചു. മേ ബി ഞാൻ വിചാരിച്ചു അവർ തരാൻ മറന്നായിരിക്കും. സ്ട്രോ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു സ്ട്രോയ്ക്ക് 1 രൂപ എക്സ്ട്രാ പേ ചെയ്യണം. ആ സ്ട്രോയിൻ്റെ കാര്യം മാത്രമേ എനിക്ക് ബാഡായിട്ട് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഞാനൊരു മിനറൽ വാട്ടർ കൂടെ മേടിച്ചു 20 രൂപ. പക്ഷേ അവിടെ മിനറൽ വാട്ടറിൻ്റെ ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ മതി. പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനത് അറിയാണ്ട് മേടിച്ചത്. ബിരിയാണീനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല
സൂപ്പർ ബിരിയാണി ആട്ടോ. രണ്ടിനും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തിന്നില്ലേ, അതുപോലത്തെ ഭയങ്കര മസാല, ഇങ്ങനെ ഭയങ്കര മസാല ഫ്ലേവർ അല്ല, ലൈറ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മസാലയില്ലേ, ഭയങ്കര ഇഷ്ടം. ഇച്ചിരി മധുരമൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ മധുരമുള്ള ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫ്രൈ ചിക്കൻ ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യണം. ദം ബിരിയാണിയും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് സൂപ്പർ. അപ്പോൾ ഇതാണ് പീസ്. ഒരു ഇസഡ് പോലത്തെ എല്ലുള്ള പീസാണ് കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ. ഇത് ഫുൾ ബിരിയാണി ആണെങ്കിൽ ഒരെണ്ണം കേട്ടോ ഇവിടുത്തെ പീസ്. ഈ ഒരു വലിയ പീസാണല്ലോ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറൊരു പീസ് കൂടെ വേണമെങ്കിൽ 99 or 89 rupees എന്തോ കേട്ടോ. ബിരിയാണിയുടെ കൂടെ സാലഡും പിക്കിളൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ ഫ്രീ ആയിട്ട്. അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ ഞാൻ 2 സാലഡ് മേടിച്ചു, പിന്നെ ഒരു പിക്കിളേ മേടിച്ചുള്ളൂ. അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഞങ്ങൾ ബില്ല് പേ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ടായിരുന്നു. കാരണം അവർ ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയിൽ മെനുവിൽ എഴുതിയിട്ടുണ്ട് എക്സ്ട്രാ പീസിന് നമ്മൾ എക്സ്ട്രാ മേടിക്കണം പൈസ കൊടുത്തിട്ട്. അതിന് അവർ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി പീസ് അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ച് എഴുതിയേക്കുന്നത്. അതാണ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. വീഡിയോയുടെ മുന്നേ മെനു കാണിച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലാവും. ഇത് ആരുടെ ഭാഗത്ത് തെറ്റാന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഭാഗത്ത് തെറ്റായിട്ടാണ് തോന്നുന്നത്. അവർ അത് ശ്രദ്ധിക്കാതെ ചിക്കൻ ഫ്രൈ ആയിരിക്കും കിട്ടണമെന്ന് വിചാരിച്ചാൽ അതങ്ങ് ഓർഡർ ചെയ്ത്. അത് കിട്ടിയപ്പോഴത്തേക്കും ബിരിയാണി ചിക്കൻ പീസായിരുന്നു. അപ്പോൾ അവർ ഇതാണോ നിങ്ങളുടെ ചിക്കൻ ഫ്രൈ ഇതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പേര് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ അല്ല സാർ, അതിങ്ങനെ എഴുതി വെച്ചേക്കണം. ഐ മീൻ ബിരിയാണി പീസാണ്. കിച്ചനെ പറ്റി കുറച്ച് പറയാനുണ്ട് ഗൈസ്. ഇപ്പം മെട്രോയുടെ അടിയിൽ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. കാരണം നല്ല മഴയാണ്. ഞാൻ പറയണമെന്ന് എനിക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല, എന്താണെങ്കിലും കേൾക്കാൻ പറ്റില്ല. നല്ല മെട്രോയുടെ അടിയിലായതുകൊണ്ട്, മെട്രോ സ്റ്റേഷൻ്റെ അടിയിലായതുകൊണ്ട് ഭയങ്കര ഒച്ചയാണ്. സോ എനിക്ക് മൃണാൾസ് കിച്ചനെ പറ്റി കുറച്ച് പറയാനുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, നമുക്ക് ബാഗ് മേടിക്കാൻ ഡെക്കാത്തലോണിൽ വന്നേക്കണേണ്. അപ്പോൾ നമുക്ക് ബാഗ് ഉണ്ടാകുന്ന നോക്കാം. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറിയിട്ട് കാണാം. അങ്ങനെ ബാഗ് നോക്കാൻ കയറിയിട്ട് ഈ ഒരു ബാഗ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. നല്ലൊരു വെറൈറ്റി കളർ, ഇത് പുതിയതായിട്ട് വന്നതാണോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പംകിൻ ബ്രിക്ക് ഷെയ്ഡ് കേട്ടോ, നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു പേസ്റ്റൽ യെല്ലോ സിപ്പറൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് അവിടെ വെക്കാനേ തോന്നുന്നുണ്ടായില്ല. 299 rupees ഉള്ളൂ കേട്ടോ, ആകെ 299 ഉള്ളൂ. പിന്നെ ഞാനിത് ഇറങ്ങണ വരെ പിടിച്ചുകൊണ്ടിരിക്കണായിരുന്നു കയ്യിൽ. പിന്നെ ഞാൻ ഈ ബാഗാട്ടോ മേടിച്ചത്, കാരണം മറ്റേതോ ഒക്കെ സ്പേസ് ഉണ്ടായി. പിന്നെ ലാസ്റ്റ് ഈവനിങ് ആയപ്പോൾ ചില്ല് ചെയ്യാനായിട്ട് ഫോറം മാളിൽ വന്നിട്ടോ. അപ്പം മിനിസോയിൽ കയറിയ സാധനം മേടിച്ചു. മിനിസോയിലെ ക്ലിപ്പിംഗ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. മിനിസോന്ന് ഞാൻ സാധനം മേടിച്ചു. ഇനി എൻ്റെ ഫോണിൽ ചാർജ് ഇപ്പം തരും, അതുകൊണ്ട് ഈ രാത്രി കാണാം. പിന്നെ മീസോന്ന് ഒരു അടിപൊളി ക്ലിപ്പ് കൂടെ മേടിച്ചിട്ട് ഒരു ബാർബിയുടെ, അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാട്ടോ അതിൻ്റെ ക്ലിപ്പിംഗ്സ്. അപ്പോഴത്തെ ഫോറം മാളിൽ വന്നിട്ട് KFCന്നും മെക്ഡൊണാൾഡ്സിൽ നിന്നൊക്കെ KFCന്ന് ബർഗറും ഒരു ഫ്രൈഡ് ചിക്കനും മേടിച്ചു. നല്ല യമണ്ടം പീസായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ നിന്ന് ചില്ല് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഐസ്ഡ് കോഫി മേടിച്ചു. മെക്ഡൊണാൾഡ്സിൽ ഐസ്ഡ് കോഫി ഇസ് മൈ ഫേവറേറ്റ്. ഇവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഗ്ലാസിൻ്റെ പുറത്ത് കൂടി ഇങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ഇതും കൊണ്ട് ഞാൻ അവിടെ ഒരു 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. KFCത്തെ സിംഗർ ബർഗറാണ് കേട്ടോ. അത് നോർമൽ സിംഗർ ബർഗർ ക്ലാസിക്, അതാണ് എനിക്കിഷ്ടം. വേറെ കുറേ അലവലാതി ബർഗേഴ്സ് ഉണ്ട് ചീസൊക്കെ ഉള്ളിലിട്ട്, അതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ തിരിച്ച് വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു നഴ്സറി കയറിയിട്ട് ചെടി മേടിക്കാം. ചെടി നോക്കിയിട്ട് നല്ല നഴ്സറി ആയിട്ടോ. അവിടുത്തെ ചേട്ടൻ നല്ല സൂപ്പർ ചേട്ടൻ, നല്ല പാവം ചേട്ടൻ, എല്ലാം കാണിച്ചൊക്കെ തന്നു. കുറേ പൂവൊക്കെ ഉണ്ട് അവിടെ, കുറേ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഈ കടയിൽ കയറിക്കോളൂ കേട്ടോ, നല്ല അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ നമ്മൾ 2 പൂവൊക്കെ മേടിച്ചു. രാവിലെ 2 റോസാപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്തോന്നൊക്കെ പറയൂട്ടോ. അങ്ങനെ ഞാൻ അവിടെ കയറിയിട്ട് ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇത് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇലയൊക്കെ മാത്രമുള്ളതാണ്. ഫ്രണ്ടിലാണ് കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നത്, നല്ല പലതരത്തിലുള്ള പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ മേടിക്കാം.